വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പളനിയിൽ എത്തിയതിന് ശേഷം നടക്കുന്ന അമ്പലത്തിൽ പോക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് ട്രിപ്പിൻ്റെ ബ്ലോഗിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നുപോയി. അത് കുറച്ച് സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് നടന്നുകൊണ്ടാണ്. അപ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് താഴെ വന്ന് അപ്പം അവിടെ ഒരു കിടിലൻ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. നമ്മൾ രാത്രിയാണ് വന്നത്. മറ്റേ ചെക്ക് ഇൻ ചെയ്തത് രാത്രിയായതുകൊണ്ട് ഫിഷ് ടാങ്കൊന്നും അധികം ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നപ്പം ശ്രദ്ധിച്ചതാണ്. നല്ല അടിപൊളി ക്യൂട്ട് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, അപ്പുറത്ത് കേസരിയാണ് ഇരിക്കുന്നത്, പിന്നെ കുഞ്ഞ് ഉഴുന്നുവട ഉണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു മറന്നുപോയി, കുറേ നാളായില്ലേ. ഉപ്പുമാവുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പൂരിയുടെ കൂടെ കഴിക്കുന്ന മസാല ഉണ്ടായിരുന്നു, കാശിന് കൊള്ളാത്തൊരു ദോശ, പൊടി ദോശ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാർ, മറ്റേ ചട്നി, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാശിന് കൊള്ളത്തില്ലായിരുന്നു. മറ്റേ നമ്മളുടെ ദോശ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, ശരിയൊക്കെ വാവുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം ആക്രാന്തം മൂത്തെടുത്ത് ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും ഞാൻ കഴിക്കത്തില്ല. അപ്പം ഉഴുന്നുവട ആദ്യമേ എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരാൻ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ട് ഒരൊറ്റ തീറ്റിയായിരുന്നു. പിന്നെ ഞാൻ ഒന്നും വേസ്റ്റ് ചെയ്യരുതല്ലോ ഫുഡ്, അതുകൊണ്ട് ഞാൻ ദോശ അമ്മയുടെയൊക്കെ തലയിൽ ഏൽപ്പിക്കാനായിട്ട് നോക്കി, പക്ഷെ നടന്നില്ല, അവർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കോഫി വന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കോഫി കുടിക്കുന്നതല്ല. അപ്പം ഞാൻ വെച്ച് രാവിലെ റിസ്ക് എടുക്കണ്ട, വല്ല തലവേദന വല്ലതും വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ കോഫി കുടിക്കാനായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ കോഫി, തമിഴ്നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കേസരി എടുക്കാനായിട്ട് പോവുകയാണ്. കേസരിയൊക്കെ എടുത്ത് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളുടെ റൂമിൽ നല്ല നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ അമ്പലം കാണാൻ പറ്റുമായിരുന്നു. അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലച്ചോണ എനിക്ക് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഷോ കാണിച്ച്, എനിക്ക് ഇഷ്ടമല്ല മുല്ലപ്പൂവൊക്കെ വെച്ച് പോകുന്നത്, പിന്നെ വല്ലപ്പോഴുമൊക്കെ കിട്ടുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്ക് റോസാപ്പൂവുള്ള മുല്ലപ്പൂവായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ഗണപതിയുടെ അമ്പലം ഉണ്ടായിരുന്നു. ആ ഒരു തൊട്ട് ഫ്രണ്ടിൽ തന്നെ, എനിക്കൊന്ന് അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. അങ്ങനെ അമ്പലത്തിലോട്ട് അവിടെ എന്തോ ഒരു പ്രത്യേക ദിവസം, എന്തോ ചിത്തിര മഹോത്സവമോ അങ്ങനെ എങ്ങാണ്ടെന്തോ സംഭവം നടക്കുമായിരുന്നു. ഈ പോച്ച കണക്കിരിക്കുന്ന ഒരു സംഭവമാണ്. അത് അവർ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇലയോ പൂവോ, ഇലയും പൂവും കൂടെ ഒരുമിച്ച് വരുന്നൊരു സംഭവമാണ്. ഇവിടെ എല്ലാവരും തലയിൽ അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ സംഭവമായിരുന്നെന്ന്, എന്തോ ചിത്തിര മഹോത്സവം, അതുകൊണ്ട് അവിടെ കുറേ കാവടിയെടുപ്പും. ഞാൻ കുറേ പ്രാവശ്യം പളനിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. അവർ കുറേ അനുഗ്രഹം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറേ നടക്കുന്നുണ്ടായിരുന്നു. പുതിയ കുറേ കാഴ്ചകൾ ഞാൻ കണ്ടായിരുന്നു. അവിടെ മറ്റേ സ്വാമി വന്നിട്ട് അനുഗ്രഹം കൊടുക്കുവാണ് എല്ലാവർക്കും ഈ കാവടി എടുത്തുകൊണ്ട് പോകാനായിട്ട്. പറയത്തക്ക ആൾ ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ, കാരണം താഴെ ഈ സംഭവം നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ പുറകെ അങ്ങ് പോകും, അതുകൊണ്ട് മുകളിൽ ആളില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ചെരുപ്പൊക്കെ അവിടെ, ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെരുപ്പൊക്കെ അവിടെ സേഫായിട്ട് വെച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം കാണുന്നത്. അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ആൾക്കാർ ഈ കയറ് വെച്ച് ദേഹത്ത് അടിക്കും, അപ്പോൾ ചോര വരും. അതേപോലെ തന്നെ നമ്മളുടെ ഇതുണ്ടല്ലോ നൈഫ് വെച്ച് കൈയൊക്കെ മുറിക്കും. എൻ്റെ പൊന്നേ, ഞാൻ തല ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അവിടെ ഫുള്ള്, പളനി പോയവർക്കറിയാം, ഫുള്ള് കുരങ്ങന്മാരാണ്, ക്യൂട്ട് കുരങ്ങന്മാരായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് റോപ്പ് വേയിലാണ് പോയത്. പിന്നെ നടന്നതൊക്കെ ചരിത്രം കുറിക്കുന്ന സംഭവങ്ങളായിരുന്നു. അത്രയ്ക്ക് ബഹളമായിരുന്നു ഞാനവിടെ. എന്തോ ചെയ്യാനാണ്, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അത്ര സീനില്ലായിരുന്നു കേട്ടോ, പറയത്തക്ക സീൻ അങ്ങോട്ട് പോയപ്പോൾ ഇല്ലായിരുന്നു. കാരണം ഞാൻ അറിഞ്ഞില്ല, ഞാൻ തിരിഞ്ഞാണ് ഇരുന്നത്. എന്നിട്ട് ഞാൻ കണ്ണടച്ചങ്ങിരുന്ന്. പക്ഷേ ഇറങ്ങാൻ നേരം അടിപൊളിയായിരുന്നു, അടിപൊളി. ഞാനിത്
മുന്നേ ഞാൻ കയറിയിട്ടുണ്ട്, കുഞ്ഞിലെ ഞാൻ കയറിയിട്ടുണ്ട്. അതിന് ശേഷം വന്നപ്പോഴെല്ലാം ഞാൻ നടന്നായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് ചിരിക്കുമായിരുന്നു, പ്രാന്തായി എനിക്ക്. അയ്യോ നിന്ന് പോയി അടിച്ചുപോയി. സാധനം കൊണ്ടുപോകണം നോക്കടാ, എന്റെ മുരുക അമ്പലത്തേക്കുള്ള സാധനം കൊണ്ടുപോകണ്ട. ചിരി വരുന്നു ഗൈസ്. ഇവിടം വരെ എത്തി. ദോശ സാമ്പാർ, ദോശ സാമ്പാർ, പൂരി മസാല. ഞാൻ ഒന്ന് കുലിക്കല. ഓ എത്തിയാ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ എങ്ങനെയെങ്കിലും മുകളിലെത്തണേ എന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തി. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കും അവിടെ ഫുള്ള് മങ്കിയായിരുന്നു. പറഞ്ഞില്ലല്ലോ, അച്ഛൻ മൊട്ടയടിച്ച്. എനിക്ക് ചിരി വരുന്നു, ഇപ്പം മുടിയൊക്കെ വളർന്നേട്ടാ. അപ്പം വേണ്ട, അവിടെ ഫുള്ള് മങ്കിയായിരുന്നു. എൻ്റെ കാലൊക്കെ വിറയ്ക്കുമായിരുന്നു കേട്ടോ. ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് പിന്നെ അമ്മ കിളി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അമ്പലത്തിൽ കയറി നല്ല സൂപ്പറായിട്ട് കണ്ട് പ്രാർത്ഥിച്ചിറങ്ങി. പിന്നെയും ഞാനിവിടെ ഇരിക്കുന്നത് തിരിച്ചിറങ്ങുന്നതും ആ സാധനത്തിലാണ്, റോപ്പ് കാറിലാണ്. എനിക്ക് വയ്യ, എനിക്കാണെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ മറ്റേ റോപ്പ് കാറിൻ്റെ അവിടെ ക്യൂവിലിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ഏറ്റവും ഇത് വല്ലതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർന്ന്, ജീവിതം പാഴാണ്, മരിച്ചു പോവും ആ മാതിരി. ഞാനിപ്പോൾ നിങ്ങളെ സീൻ കാണിച്ചു തരാം. ഇത് കണ്ടപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ പറഞ്ഞു, ഞാൻ നടന്നു വന്നോളാം, നിങ്ങൾ ഇതിനകത്ത് പൊക്കോ, നിങ്ങൾക്കല്ലേ പോകാൻ ഇത്ര ആഗ്രഹം. ഇതാണ് സീൻ. ഇവിടെ ആ ഒരു റോപ്പ് കാർ വല്ലതും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തെങ്ങും തോപ്പിൻ്റെ മണ്ടയിലാണ് വന്ന് കിടക്കുന്നത്. ഇങ്ങനെ തെങ്ങും തോപ്പിൽ വന്ന് ഞാനിങ്ങനെ ഇരിക്കും, കാലും കൈയും ഒടിഞ്ഞ്. അതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ പൊന്നെ ഇത് കണ്ടപ്പം എനിക്ക് എൻ്റെ പകുതി റിലേ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നടന്നു വന്നോളാം. പിന്നെ അവരെല്ലാം കൂടെ നിർബന്ധിച്ച് പിന്നെ അതിനകത്ത് പിടിച്ച് കയറ്റി. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല സത്യമായിട്ട്. ഞാൻ അത്ര പേടിച്ചിട്ടാണ്, ഞാൻ ഷോ കാണിക്കുമല്ല, ഞാൻ അത്ര പേടിച്ചു പോയി, അത്ര പേടിച്ചു. നീ നോക്കണ്ട, കണ്ണടച്ച് എനിക്കിത് കാണുന്ന എനിക്ക് ഒന്നും അറിയണ്ട. ഇവിടെ ഇത് കാണുന്ന എനിക്ക് സുഖം. തേങ്ങ മൊത്തം എനിക്ക് കൊടുക്കുന്നു, ചിരിച്ചിരിച്ചു കൊടുക്കുന്നു. എന്റെ പൊന്നെ നിന്ന് പോയാ പടനേപ്പനെ കണ്ടിട്ടല്ലേ വരും. സത്യമായിട്ടും എൻ്റെ അവസ്ഥ ഇതായിരുന്നു. എനിക്ക് ഇപ്പോഴാലോചിക്കുമ്പോഴും എൻ്റെ കാലും കൈയും വിറയ്ക്കുകയാണ്. ഞാൻ ഒരുമാതിരിയായിപ്പോയി, എൻ്റെ തലയൊക്കെ വേദനിച്ച് ഒരുമാതിരിയായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് കൊട്ട വെയിലും, പിന്നെ അവിടെ നമുക്ക് പൂമാല കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തൂക്കിയിട്ട് എൻ്റെ തല എനിക്ക് അത് തിരിച്ചിറങ്ങാൻ നേരം കയറിയപ്പോൾ എനിക്കൊന്നും അത്ര സീനില്ലായിരുന്നു. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. അത് കഴിഞ്ഞ് ഉച്ചയായി, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉച്ചയായി, പളനി തൊഴുത് ഇറങ്ങിയപ്പോൾ ഉച്ചയായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. എന്തൊക്കെയോ കറികൾ, ഇതിൻ്റെ ഒന്നും പേരും അറിയത്തില്ല, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നതെന്നും അറിയത്തില്ല. എനിക്ക് ചോറ് കഴിക്കാനാണ് തോന്നിയത്, ബിരിയാണി ഒന്നും കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം മറ്റേതെല്ലാം കൂടി എനിക്ക് വയ്യ, എനിക്ക് ആലോചിക്കുമ്പോഴേ പേടിയാവും. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നേരം അവിടുത്തെ മാമൻ വന്ന് വഴക്കം പറഞ്ഞു. അപ്പം കൃതാർത്ഥയായി ഞാൻ. എന്ത് പാറ്റി, തമിഴിൽ എന്തൊക്കെയോ തെറി വിളിച്ചിട്ട് കണ്ട് പോയി. അപ്പോൾ ഞാൻ നീ ഫോണും വെച്ചോണ്ടിരിക്കുകയാണോ, ഫുഡിൻ്റെ മുന്നിൽ ഫോൺ വെച്ചോണ്ട്? ഞാൻ ഒന്നുമില്ല, ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് നിന്നെയാണ്. പിന്നെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ആ കടയിൽ തന്നെ റോസ് മിൽക്കും പിന്നെ ബദാം മിൽക്കും ഉണ്ടായിരുന്നു. നമ്മൾ അത് രണ്ടും ഞാൻ വെച്ചോണ്ടും എപ്പോഴും മേടിക്കുന്നതാണ് റോസ് മിൽക്കും ബദാം മിൽക്കും. എന്നിട്ട് ഞാൻ തന്നെ കുടിക്കും, അതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും ആദ്യമേ ഇറങ്ങി. അവർ വരാനായിട്ട് ലേറ്റ് ആയായിരുന്നു, ലച്ചോണനും അച്ഛനും. അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തും. അപ്പോഴത്തേക്ക് കാറ് പാർക്ക് ചെയ്യുന്നൊരു സെപ്പറേറ്റ് സ്ഥലമായിരുന്നു, അങ്ങോട്ട് നടക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പം ലച്ചു വണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ് പാർക്കിങ്ങിലുള്ള കാറ് റിവേഴ്സ് എടുത്തിട്ട് നേരെ ഇടാൻ. എനിക്കിതിലും വലിയ സന്തോഷം വേറെ എവിടെ കിട്ടും? കാരണം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇവരെ വിചാരം എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെന്നാണ്. ഇവരെനിക്കൊരു ചാൻസ് തന്നിട്ടില്ല. ഒന്നെങ്കിൽ ചാൻസ് തരുമ്പോൾ ഇവർ സ്റ്റിയറിങ്ങിൽ കയറി പിടിക്കും, അപ്പോൾ ബലം കാരണം തെങ്ങുമൂട്ടിലോട്ട് പോകും. അങ്ങനെ
ഒറ്റയ്ക്ക് എനിക്ക് എടുക്കാനുള്ളൊരിത് കിട്ടി. അപ്പോഴത്തേക്ക് നിങ്ങൾ എത്ര അമ്മമാരുണ്ട് ഇതേപോലെ കുഴിയില്ലാത്ത സ്ഥലത്ത് കുഴി ഉണ്ടാക്കും. നമ്മുടെ കുഴി പോയിട്ട് അവിടെ ഒന്നും ഒരു കല്ല് പോലും കിടപ്പോ ഒരു മണൽ പോലും ഇല്ലായിരുന്നു. പിന്നെ അമ്മയും ഞാനുമായിട്ടൊക്കെ വഴക്കായി. ഞാനും അമ്മയും കൂടെ ആ കാറിനകത്തിറന്ന് പൊരിഞ്ഞടിയായിരുന്നു. കാരണം എനിക്കൊരു ബോധമുണ്ട് ഓട്ടിക്കാനായിട്ട്. ഇല്ലാത്ത കുഴി ഉണ്ടാക്കുക, കാരണം ബ്രേക്കില്ലാത്ത വണ്ടിയല്ലല്ലോ, ബ്രേക്ക് ചവിട്ടാൻ എനിക്കറിയാം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും എനിക്കറിയാം. ഞാൻ പാനിക് ആവുന്നില്ല. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി അടി കൂടി നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വന്ന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ലച്ചുവണം പറഞ്ഞ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി ചില്ലടിച്ച് വല്ല ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന്. അപ്പോഴത്തേക്കും നല്ല മഴക്കോളായി. ഉച്ചയ്ക്കെടുത്ത ആ ഒരു ക്ലൈമറ്റേ അല്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഇവിടെ എന്തും മഴയാണ്, ഇവിടെ വെള്ളപ്പൊക്കമാണ്, ഇവിടെ മഴയൊന്നും ഇല്ലേന്ന്. അപ്പോഴത്തേക്കും കണ്ട എനിക്കിതിനകത്ത് കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, എന്നെങ്കിലും കയറണം. അവിടെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ നേരം കണ്ട് ഈ ഒരു ബസ്, നമ്മളുടെ കേരളത്തിലെ ബസ് കണ്ടപ്പം കണ്ണ് കുളിർന്നു പോയി. പിന്നെ അതിന് ശേഷം നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളെ കേരളത്തിലെ ബസ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ബസ് പോലെ എനിക്ക് തോന്നി. ഞാൻ കോളേജിൽ പോണ സെൻറ്റ് സെബാസ്റ്റ്യൻ ബസ് ഇത് കണക്കിരിക്കുകയാണ്. എനിക്കങ്ങ് നമ്മളെ കോപ്പി ഇവർ കോപ്പി അടിച്ച് എനിക്ക് വിഷമമായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഷോപ്പിങ്ങൊക്കെ ഈ വളയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഒരുമാതിരി തോന്നുന്നു. എനിക്ക് പണ്ടൊക്കെ ഈ വള മാലയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഈ ഒരു പളനിയിൽ നിന്ന് ഞാനൊരു മിറർ മാത്രം, ഒരു കണ്ണാടി മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അത് ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ നോക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പോക്കറ്റ് മിറർ ഉണ്ടല്ലോ, അത് മാത്രമേ മേടിച്ചുള്ളൂ. എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നേ ഇല്ലായിരുന്നു. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഇതൊക്കെ ആയിട്ട് തോന്നിയത് എനിക്കിതാണ്, ഈ ഒരു വളയാണ്. പക്ഷേ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല എടുക്കാൻ. കുറേ മിനുക്കം തിളക്കം അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു. ഈ കടയിൽ മാത്രമല്ല, ഇതേപോലത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു 10-20 കട ആ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും നമ്മൾ തേരാപ്പാര നടക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയ സാധനം കിട്ടുന്നെങ്കിൽ മേടിക്കാം. അപ്പോഴത്തേക്കും മഴ കാരണം അവർ മറ്റേ ടാർപ്പാ കിട്ടുന്നുണ്ടായിരുന്നു, വെള്ളം വീഴാതിരിക്കാനായിരിക്കും. ഞങ്ങളങ്ങനെ ആ ഷോപ്പിൽ കയറി വായി നോക്കി കിടന്നിട്ട് ഒന്നും മേടിച്ചില്ല. അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. നല്ല മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, പെട്ടെന്ന് മറ്റേ ഒരു തുള്ളിക്ക് ഒരു കുടം, അങ്ങനത്തെ മഴയായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ പറയുന്നില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഓരോ ലച്ചോളം കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്, എന്തൊക്കെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എന്താണ്ട് അവർ കെട്ടിയിരുന്ന ടാർപ്പേ പിടിച്ച് വെച്ചത് അവിടുത്തെ മറ്റേ അവർ അറ്റാച്ച് ചെയ്തിരുന്ന കമ്പി ഇളകി കൈ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആരും കാണാതെ നൈസിനെ അവിടെ വെച്ചിട്ട് മുങ്ങി ആ ഏരിയയിൽ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കുറേ ഈ ഗണപതി, പിന്നെ അതേപോലെ തന്നെ ഈ മുരുകൻ്റെ വേല്, അതേപോലെ തന്നെ കിടിലം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കാറിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുക. അതൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ കുട എടുത്തില്ലായിരുന്നല്ലോ, മഴ നനഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമായിരുന്നു. അങ്ങനെ ലച്ചുവണ്ണൻ ഞാൻ അവിടുത്തെ ഒരു ആൻറ്റിയുടെ കാലും കൈയും പിടിച്ച് തമിഴിലും മലയാളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് സംസാരിച്ച് അവരെ കുട ഒപ്പിച്ചിട്ട് ഞാൻ സാക്ഷിയായിട്ട് അവരെ കൂടെ നിന്നിട്ട് ലച്ചുവണ്ണൻ ആ കുടയായിട്ട് പോയി റൂമിൽ പോയി നമ്മളുടെ കുട എടുത്തിട്ട് വന്നു. അതുവരെ ഞാൻ അവരെ കൂടെ മിണ്ടാൻ പറ്റത്തില്ലല്ലോ, ഭാഷ അറിയത്തില്ലല്ലോ, ചുമ്മാ അവിടെ വായി നോക്കിയിരുന്നു. പിന്നെ കുടയായിട്ട് വന്ന് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള പളനിയുടെ വ്യൂ, റൂമല്ല സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള പളനിയുടെ വ്യൂ, അത് കാണാനേ ഇല്ലായിരുന്നു. ഫുള്ള് കോട കാരണം ആ ഒരു ഏരിയ, ആ കോട നിറഞ്ഞിരിക്കുന്ന ഏരിയയിലാണ് അമ്പലം നിൽക്കുന്നത്, കാണാൻ പോലും വയ്യായിരുന്നു. പിന്നെ റൂം എത്തിയത് ഞാൻ ആക്രാന്തിഫൈഡ് ആയിട്ട് ഞാൻ ഉടനെ ബെഡിൽ കിടന്നു. ഒരു 10 മിനിറ്റ് കിടക്കാൻ പറ്റുള്ളൂ, ഉടനെ തന്നെ അടുത്ത സ്ഥലത്ത് പോകണമായിരുന്നു. അടുത്ത സ്ഥലത്ത് എങ്ങോട്ടാണ് പോയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബായ്.